ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് തുടങ്ങുന്ന കാലത്ത് തന്നെ ഈ ഗവൺമെന്റിനുള്ള വിലയിരുത്തലാവും LDF 3.0 ലോഡിംഗ് എന്നൊക്കെയാണ് LDF നേതാക്കന്മാർ പറഞ്ഞത്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, മുഹമ്മദ് റിയാസ് അടക്കമുള്ള ആളുകൾ ഒന്ന് പറഞ്ഞു 3.0 ലോഡിംഗ് കോഴിക്കോട്ട്. അത് പറഞ്ഞ സ്ഥാനാർത്ഥിയും തോറ്റു. അദ്ദേഹം മുമ്പിൽ നിന്ന് ആരുടെ മുമ്പിൽ എന്ന് പറഞ്ഞാൽ അവരുടെ മേയർ സ്ഥാനാർത്ഥിയും തോറ്റു. അത് വേറെ കാര്യം. യഥാർത്ഥത്തിൽ അവർ തന്നെ അങ്ങനെ അവകാശപ്പെട്ടിരുന്നു. ഇത് അവർ അവകാശപ്പെടുന്നത് മാത്രമല്ല, കഴിഞ്ഞ കുറെ കൊല്ലങ്ങളായി 2005 മുതൽ നമ്മളിവിടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് എടുത്താൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നവർ അടുത്ത 4 മാസത്തിനകത്ത് 3 മാസത്തിനകത്ത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്നുള്ളത് കേരളത്തിലൊരു ശീലമാണ്. 2005 LDF ജയിച്ചു, 2006 VS മന്ത്രിസഭ വന്നു, 2010 UDF ജയിച്ചു, ഇത്രയും ചെയ്യേണ്ടായില്ല എന്നാൽ പോലും അവർ ഉമ്മൻചാണ്ടി മന്ത്രിസഭ വന്നു. 2015 20 LDFന് കൃത്യമായി മേൽക്കൈ ഉണ്ടായിരുന്നു, 16 21 അവർ വന്നു. അതുകൊണ്ട് തന്നെ ഒന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, സാധാരണ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ പ്രാദേശിക രാഷ്ട്രീയം മുൻപിൽ നിൽക്കുകയും പൊതുരാഷ്ട്രീയം പുറകോട്ട് പോവുകയും ചെയ്യുക എന്നുണ്ട്. ഇതൊക്കെ നമ്മൾ പറഞ്ഞാലും മൊത്തം കേരളത്തിലുള്ള ഒരു ട്രെൻഡ് തദ്ദേശ തെരഞ്ഞെടുപ്പിനെയും ബാധിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. രാഷ്ട്രീയ കാറ്റ് നമ്മൾ പറയില്ലേ, മന്ദമാരുതനാണോ കൊടുങ്കാറ്റാണോ എന്നറിയില്ല, അതൊക്കെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടേ അറിയുള്ളൂ. ഒരു കാറ്റ് ഉണ്ടാവും. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മളത് കണ്ടതാണ്. ഒരു കാറ്റ് UDFന് അനുകൂലമായി വരികയും LDFന് എതിരായി വരികയും, അങ്ങനെയാണ് ആ കാറ്റിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ആ കാറ്റ് കുറയും. കാരണം തദ്ദേശ സ്ഥാപനങ്ങൾ ഉണ്ട്, LDF വലിയ തോതിൽ സംഘടനാ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്, അവർക്ക് പണമുണ്ട്, ആളുകളുണ്ട്, മന്ത്രിമാരുണ്ട്, പ്രചരണ രീതികളുണ്ട്, സംവിധാനങ്ങളുണ്ട്. അതുകൊണ്ട് ഒരു പരിധിവരെ LDF പിടിച്ചു നിൽക്കും എന്നാണ് നമ്മൾ കരുതിയത്. അത് പിടിച്ചു നിൽക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. കഴിയാത്തതിന് കാരണം LDFന്റെ ഈ സംവിധാനങ്ങളെയൊക്കെ മറികടക്കുന്ന തരത്തിൽ ഒരു ആന്റി വോട്ട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഒരു പൊതു വോട്ട് LDFനെതിരായിട്ടുണ്ടായിരുന്നു. ആ പൊതു വോട്ട് എവിടെയൊക്കെ UDFന് ഉപയോഗിക്കാൻ കഴിഞ്ഞോ അവിടെ UDFന് കിട്ടി, എവിടെയൊക്കെ BJPക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞോ അവർക്ക് കിട്ടി. 2 സ്ഥലത്തും പരാജയപ്പെട്ടത് LDF ആണ്. മാത്രമല്ല LDFന് ചില സ്ഥലത്തുള്ള കടലപ്പിണക്കങ്ങൾ, ആലപ്പുഴയൊക്കെയുള്ള പ്രശ്നങ്ങൾ, ഞാനിപ്പോൾ അതിലേക്കൊന്നും പോകുന്നില്ല. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, ഈ കാറ്റിനപ്പുറത്ത് നിലവിലുള്ള ഭരണത്തോട് ഉള്ള ഒരു ആന്റി ഇൻകംബൻസി, പ്രാദേശിക ഭരണത്തോടുള്ള ഒരു ആന്റി ഇൻകംബൻസി പല സ്ഥലത്തും ഉണ്ടായിട്ടുണ്ട്. CPM സ്ട്രാറ്റജിക്കലി ഫെയിലായി ഈ തെരഞ്ഞെടുപ്പ്. എന്താ കാരണം? ഈ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾ കുറച്ച് പെൻഷൻ കൊടുത്തു, ഞങ്ങൾ ഹൈവേ ഉണ്ടാക്കി, ഞങ്ങൾ കേരളയിൽ കൊണ്ടുവരും, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞു. പക്ഷേ ഇതൊക്കെ അവർക്ക് നെഗറ്റീവായി. എന്താ കാര്യം? പിന്നെ MM മണി പറഞ്ഞതുപോലെ പെൻഷൻ കൊടുത്തു അതുകൊണ്ട് ഞാൻ വോട്ട് ചെയ്യണമെന്ന് പറയാൻ അതൊരു ജനാധിപത്യത്തിൽ യോജിച്ച കാര്യമല്ല. പെൻഷൻ കൊടുക്കുന്നവരുടെ വീട്ടിൽ നിന്നല്ല സർക്കാർ പണം എടുത്തിട്ടുണ്ട്. അതാണ് ഒന്നാമത്തെ കാര്യം. മുമ്പ് കുറേ മാസം കൊടുക്കാതിരുന്ന കേസുകളുണ്ട്, അതൊക്കെ ഉണ്ട്. മാത്രമല്ല അങ്ങനെ പോയി വോട്ട് ചോദിക്കുന്നത്, പറയുന്നത് ജനാധിപത്യത്തിൽ ശരിയല്ലാത്തൊരു കാര്യം. ഞങ്ങൾ പൈസ തന്നതുകൊണ്ട് ഞാൻ വോട്ട് ചെയ്യണം. അതുതന്നെയല്ലേ നമ്മൾ വടക്കേ ഇന്ത്യയിൽ ബീഹാറിലൊക്കെ പറഞ്ഞപ്പോൾ ഇത് പറഞ്ഞത് നമ്മൾ എതിർത്ത ആളുകളാണ് എല്ലാവരും, LDF UDF ഒക്കെ എതിർത്ത. രണ്ടാമത് അവർ വിചാരിച്ചത് ശബരിമല പോലെയുള്ള ഗുരുതരമായൊരു വിഷയം കേരളത്തിൽ വരാതിരിക്കാൻ എന്തു വേണം. പണ്ട് സന്ദേശ സിനിമയിൽ ശങ്കരാടി പറഞ്ഞ മാതിരി അപ്പുറത്തുള്ള നല്ല ചെറുപ്പക്കാരെ കുറേ പേരെ പെണ്ണുകേസിൽ പെടുത്തിയാൽ നമ്മൾ രക്ഷപ്പെടും എന്ന് പറഞ്ഞൊരു ഡയലോഗുണ്ട്. യഥാർത്ഥത്തിൽ അതാ ചെയ്തത്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രധാന സന്ദേശമായി അതിൽ മാധ്യമങ്ങളും കുറേ പങ്കുവച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കാലത്ത് തെരഞ്ഞെടുപ്പിനെ കുറിച്ചല്ല ചർച്ച, രാഹുൽ മാങ്കൂട്ടവും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളോട് ചർച്ച. രാഹുൽ മാങ്കൂട്ടം തീർച്ചയായും വിമർശിക്കപ്പെടണം, ശിക്ഷിക്കപ്പെടണം, ഒരു സംശയമില്ല. പക്ഷേ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അതാണോ പ്രധാന വിഷയം? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത് കഴിഞ്ഞു വന്ന് 2ാം ഘട്ടത്തിലാണ് അദ്ദേഹം വോട്ട് ചെയ്തത്. എന്നിട്ട് ആദ്യം പറഞ്ഞ കാര്യം എന്താ? കോൺഗ്രസിലെ സ്ത്രീലമ്പടന്മാർ, കോൺഗ്രസ് സ്ത്രീലമ്പടന്മാരാണ് കോൺഗ്രസിലുള്ളത്. ഈ സ്റ്റേറ്റ്മെന്റ് നൽകുന്ന സന്ദേശം എന്താ? തൻ്റെ 10 കൊല്ലത്തെ ഭരണമല്ല, ഈ രാജ്യത്തെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ നടത്തിയതല്ല, അവർക്ക് ഫണ്ട് കൊടുക്കുന്നതും അവരെ അധികാര വികേന്ദ്രീകരണവും ഇടതുപക്ഷത്തിന്റെ അജണ്ട എന്നുള്ള നിലയ്ക്ക് അതല്ല അദ്ദേഹം പറഞ്ഞത്. ഇതൊന്നുമല്ല അദ്ദേഹം പറഞ്ഞത്. കോൺഗ്രസിലെ സ്ത്രീലമ്പടന്മാർ. ഇത് തിരിച്ചടിയായി എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം ശബരിമല മറയ്ക്കാനാണ് ഇത് ചെയ്യുന്നതെങ്കിൽ സ്വന്തം കൂടെയും പിന്നിലും മുമ്പിലും ഒക്കെ നിൽക്കുന്ന ഒരുപാട് പേരുടെ ചരിത്രം കേരളത്തിലുണ്ട്. മുകേഷിൻ്റെയും, ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല, എല്ലാവരുടെയും ഉണ്ട്. അങ്ങനെ ഉള്ളപ്പോൾ ഇവിടെ സ്ത്രീ പീഡന കേസുകളിലൊന്നും തന്നെ ശിക്ഷിക്കപ്പെടുന്നില്ല. ഏറ്റവും ഒടുവിൽ നമുക്കറിയാം, നടി പീഡിപ്പിക്കപ്പെട്ട കേസിൽ അവസാന റിസൾട്ട് വന്നത് ഞങ്ങൾ നടിക്കൊപ്പം അവൾക്കൊപ്പം എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമല്ലോ. യഥാർത്ഥ പ്രതി ശിക്ഷിക്കപ്പെട്ടില്ല എന്ന് ജനങ്ങൾക്കൊരു തോന്നലുണ്ട് ഇപ്പോഴും.
അതെന്തുകൊണ്ട്? ഇന്നലെ ഇപ്പോൾ വിധി വന്നപ്പോൾ പോലീസിന്റെ അന്വേഷണത്തിൽ അപര്യാപ്തത കൊണ്ട് എന്ന് തന്നെയാണ്, പ്രോസിക്യൂഷന്റെ അപര്യാപ്തതയാണ്. എന്ന് പറഞ്ഞാൽ ഏത് കേസിലാണ് സ്ത്രീകളെ പീഡിപ്പിച്ച ആളുകൾ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളത്? നിങ്ങൾ അവൾക്കൊപ്പം വെറുതെ ഹാഷ്ടാഗ് വെച്ചിട്ട് കാര്യം ഇല്ലല്ലോ. അപ്പൊ എന്ത് പറ്റി? അത് തിരിച്ചടിച്ചു. കാരണം എന്താ വെച്ചാൽ അത് ഒന്നങ്ങട് കാണിക്കുമ്പോൾ അഞ്ചാളെ ഇങ്ങോട്ട് കാണിക്കുക അവരുടെ ഉണ്ട്, UDFന്റെ ഉണ്ട്. അതാണ് ഒരു പ്രശ്നം. രണ്ട്, അദ്ദേഹത്തിന്റെ ജമാഅത്തെ ഇസ്ലാമി ഫോക്കസ് ആയിട്ടുള്ള പ്രചരണം യഥാർത്ഥത്തിൽ ഹിന്ദു വോട്ട് തിരിച്ചു പിടിക്കാനുള്ള ഒരു അടവായിരുന്നു. അത് നിലവിലുള്ള ഇസ്ലാമോഫോബിയെ സഹായിക്കുന്നതായിരുന്നു. ഇസ്ലാമോഫോബിയക്കെതിരായി ഏറ്റവും ശക്തമായി നിലപാടെടുക്കേണ്ട ആളുകളാണ് ഇടതുപക്ഷവും പുരോഗമന ജനാധിപത്യ ശക്തികളൊക്കെ. പക്ഷെ അത് നേർ വിപരീത ദിശയിലേക്ക് പോയി. എന്ത് സംഭവിച്ചു? അതിന്റെ അഡ്വാൻറ്റേജ് എടുത്തത് ആരാ? BJP എടുത്തു. അങ്ങനെ വന്ന ആളുകൾ ഇന്ന് BJP നല്ല ഹിന്ദുത്വം ഉണ്ടല്ലോ, കോൺഗ്രസിനെ മൃദു ഹിന്ദുത്വം എന്ന് പറഞ്ഞ് കളിയാക്കിയ ആളുകൾ മൃദുവിനേക്കാൾ കുറച്ചുകൂടി കഠിനമായ ഹിന്ദുത്വം എടുത്ത് കളിക്കാൻ ശ്രമിച്ചുകൂടെ? അത് കളിച്ച് ശബരിമല സംഗമം നടത്തുക, ഞങ്ങൾ ആചാരങ്ങൾ സംരക്ഷിക്കുമെന്ന് പറയുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. പക്ഷെ അത് പറയുമ്പോൾ ഒരു കുഴപ്പമുണ്ട്. ശബരിമലയിലെ ബിംബം വരെ കാണാണ്ടായിട്ടെന്ന് സംശയമുള്ള ആളുകളുണ്ട്. മേൽക്കൂര പോയോ, വാതിൽ പോയോ, കട്ടില പോയോ, പീഠം പോയോ? ഇതാരാ കട്ടത്? ആരാ പ്രതികൾ? ഹൈക്കോടതി നിർദ്ദേശം അനുസരിച്ചില്ലായിരുന്നെങ്കിൽ ഈ കേസ് അന്വേഷിക്കുമായിരുന്നോ? 6 കൊല്ലമായിട്ടൊന്നും ചെയ്തില്ലല്ലോ. ഹൈക്കോടതി നേരിട്ട് ഇടപെട്ട് ഒരു ആക്സിഡന്റൽ എന്ന് വേണമെങ്കിൽ പറയാവുന്ന തരത്തിലാണ് ഈ കേസിൽ ഇടപെട്ടത്. അങ്ങനെയാണ് പത്മകുമാർ ജയിലിലായത്. പത്മകുമാർ വരെയുണ്ട്, ഇനിയിപ്പോൾ ആരാ വരികയെന്നറിയില്ല. അപ്പൊ പ്രശ്നം ഇതൊക്കെ വലിയ തോതിൽ ആന്റി ഇൻകംബൻസി ഉണ്ടാക്കി. ഈ ആന്റി ഇൻകംബൻസിയെ മറികടക്കാൻ CPM കഴിഞ്ഞില്ല. CPM സ്ട്രാറ്റജിക്കലായിട്ട് തന്നെ വെറും അടവ് നയം കൊണ്ടൊന്നും പോരാ, അവരുടെ തെറ്റുകൾ, അവർ സമരങ്ങളോടുത്ത നിലപാട്, കേരളയിൽ പോലൊരു വിഷയത്തിൽ അവരുടെ നിലപാട് വെറുപ്പിക്കുന്നതായിരുന്നു വലിയൊരു വിഭാഗം ജനങ്ങളെ. ആശാസമരത്തോടെടുത്ത നിലപാട് വെറുപ്പിക്കുന്നതായിരുന്നില്ലേ? നമ്മൾ ആശാസമരത്തിൽ വന്ന ആളുകൾ കുറവാണെന്ന് അവർ പറയുന്നത് ശരിയാ. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, കേരളത്തിൽ 10,000-കണക്കിന് ആശമാരുണ്ട് ഓരോ വാർഡിൽ. അവരൊക്കെ ഈ സമരത്തോട് ഉള്ളുകൊണ്ടെടുത്ത നിലപാട് എന്തായിരിക്കും? ഒരു പാർട്ടിക്കാരായിരിക്കും, ചിലപ്പോൾ CPM വോട്ട് ചെയ്തിട്ടുണ്ടോ, പക്ഷെ ഉള്ളുകൊണ്ട് ഒരു 1000 രൂപയോ 2000 രൂപയോ കൂട്ടി കിട്ടിയെങ്കിൽ രക്ഷപ്പെട്ടേനെ. അവരോട് വെറുതെ വെയിലത്ത് കിടക്കല്ലേ, വെയിലും മഴയും കൊണ്ട് കിടക്കണില്ലേ, ഞങ്ങൾക്ക് വേണ്ടിയല്ലേ കിടക്കണേ എന്ന് തോന്നില്ലേ? CPM ലോകത്ത് ഒരുപാട് സമരം ചെയ്തിട്ടുള്ളതല്ലേ. ഒരു സമരത്തിൽ ഇപ്പോൾ തൊഴിലാളി സമരം തന്നെ എല്ലാ തൊഴിലാളിയും വന്നിട്ടാണ് സമരം ചെയ്യുക. കുറച്ച് തൊഴിലാളികൾ ഒന്ന് സമരം ചെയ്യും, ആവശ്യങ്ങൾ നേടിയെടുക്കും, എല്ലാ തൊഴിലാളിക്കും കിട്ടും. അതാണ് ട്രേഡ് യൂണിയൻ എന്ന് പറയുന്നത്. അപ്പോൾ അതൊന്നും CPM മറന്നുപോയിട്ട് ഒരുതരം എന്താ പറയുക, പ്രജാതലത്തിൽ സുരേഷ് ഗോപി സംസാരിക്കുന്ന ഭാഷയിൽ MM മണി മുതൽ പിണറായി വിജയൻ വരെയുള്ള ആളുകൾ സംസാരിക്കുന്നു. അത് വലിയ തിരിച്ചടിയുണ്ടായി. ഞാൻ പറയുന്നത് ഈ സ്ട്രാറ്റജി ഇവർ മാറ്റണം. അവർ സംവാദത്തിന് തയ്യാറാവണം CPM. പക്ഷെ CPMന് ഇന്നത്തെ ഒരു സംഘടനാ രീതി വെച്ച് വലിയ ആൾ പറയുന്നതിന് എതിര് പറയാൻ ഒരാൾ പോലും അതിനകത്തില്ല. അതുകൊണ്ടാണ് മുകേഷ് രാജിവെക്കണമെന്നോ ഗണേഷ് രാജിവെക്കണമെന്നോ ഒരു വനിതാ നേതാവ് പോലും പറയാറുണ്ട്. നേരെ മറിച്ച് കോൺഗ്രസ് എന്ത് ചെയ്തു? കോൺഗ്രസ് ഇയാളെ ആദ്യം സസ്പെൻഡ് ചെയ്തു, കോടതിയിൽ കേസ് വന്നുകൊണ്ട് ഇയാളെ പുറത്താക്കി. കോൺഗ്രസിന് ഒരു ആളുകൾ പറഞ്ഞു, കോൺഗ്രസിലെ നേതാക്കന്മാർ സ്ത്രീകളൊക്കെ വന്നിട്ട് പറഞ്ഞു ഇയാളെ പുറത്താക്കണം. കോൺഗ്രസിൽ നിന്ന് തന്നെ വളരെ ശക്തമായ അഭിപ്രായം വന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഈ രീതിയിലാണോ CPM നേടാൻ പോകുന്നത്? അത് 3.0ക്ക് യോജിച്ച ഒരു സംഗതിയല്ല. ഇങ്ങനെ പോയാൽ ഇതിനേക്കാൾ വലിയ തിരിച്ചടിയായിരിക്കും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പോകുന്നത്.